നിൻ്റെ അപ്പത്തിൻ്റെ വഴികളിലെ, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വഴികളിലെ, നിൻ്റെ അധ്വാനത്തിൻ്റെ വഴികളിലെ, നിൻ്റെ വരുമാനത്തിൻ്റെ വഴികളിലെ എന്തെങ്കിലും ഒരു പോരായ്മ നിനക്ക് തോന്നിയാൽ നിൻ്റെ തുച്ഛമായ കഴിവ് കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരണം. ചില ആൾക്കാർക്ക് ഓർമ്മശക്തിയുണ്ട്, പക്ഷേ എഴുതുമ്പോൾ തെറ്റിപ്പോവും. ചില ആൾക്കാർക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം, പക്ഷേ ഓർമ്മശക്തിയില്ല. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഡെഫിഷ്യൻസിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടതാണ്. കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടതാണ്. നിൻ്റെ പോരായ്മ ഡെഫിഷ്യൻസി, ഇപ്പം നിനക്ക് പൊക്കക്കുറവ്, നിനക്ക് കളറില്ല എന്ന് വിചാരിച്ചോ, നിൻ്റെ മുടി കൊഴിയുന്നോ, അത് നിൻ്റെ പോരായ്മയാണ് എന്ന് നിനക്ക് തോന്നണമെങ്കിൽ ഈ ഇല്ലായ്മ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരണം. കൃപാസനത്തിൽ എന്തുമാത്രം സാക്ഷ്യമാണ്. കിളുത്തുപോയ കഷണ്ടിയായ മുടികൾക്ക് എളുത്തു വന്നതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരിരുന്ന് ചിരിക്കണ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചിരിക്കത്തില്ല. എൻ്റെ കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമേ. കാര്യം എന്ത് പോരായ്മ നിനക്കുണ്ട് അത് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള സൂചനയാണ് അന്ത്രയോസ് നൽകണത്. അത് തന്നെയാണ് ഈ അഞ്ചപ്പത്തിൻ്റെ കഥയെന്ന് പറയണത്. അഞ്ചപ്പത്തിൻ്റെ കഥ വെച്ചുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഹോട്ടൽ നടത്താൻ പറ്റും. പക്ഷെ അതിനേക്കാളുപരി വചനം കൊടുക്കാൻ കഴിയണം. നമുക്ക് വചനം കൊടുക്കാൻ കഴിയണം വെച്ചാൽ കർത്താവിനെ കൊടുക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ വചനത്തിന് അനന്ത സാധ്യതകളിൽ വിശ്വസിച്ചുകൊണ്ട് 10,000 ദൈവത്തിനെ അറിയാൻ കഴിയണം. വചനം അറിയാതെ, വചനത്തിലുള്ള ദൈവത്തിന് മനസ്സറിയാതെ വേറെ എന്ത് ചെപ്പടി വിധി കാണിച്ചെങ്കിലും കണ്ണിപ്പൊടി ഇടാവുന്നല്ലാതെ ഒരു കഥയുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കർത്താവിൻ്റെ ദൈവികതയിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. നിൻ്റെ തുച്ഛമായ സാധ്യതകളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.